കോഴിക്കോട് കോർപ്പറേഷനിൽ വി.എം. ബിനുവിന് പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ്. കല്ലായി ഡിവിഷനിൽ കോൺഗ്രസ് പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റ് ബൈജു കാളക്കണ്ടി സ്ഥാനാർത്ഥിയാകും. വി.എം. ബിനുവും ജോയ് മാത്യുവും താരപ്രചാരകരായ ഒപ്പമുണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിച്ചു. വി.എം. ബിനുവിന് വോട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ബൈജുവിനെ തീരുമാനിച്ചു. ബൈജുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിലേക്ക് കയറി വന്നത് ശ്രീ സുരേഷ് ബാബുവാണ്. ബൈജു അവിടെ ഉജ്ജ്വല വിജയം നേടും. മത്സരിക്കാൻ അയോഗ്യത നേരിട്ട താരപരിവേഷ സ്ഥാനാർത്ഥിക്ക് പകരം താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമം. പക്ഷേ ഫലം കണ്ടില്ല. മുഴുവൻ സ്ഥാനാർത്ഥികളും താരങ്ങളാണെന്ന് DCC അധ്യക്ഷന്റെ വിശദീകരണം. ഞങ്ങൾ വാർഡ് യോഗങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിന്നുള്ള 2 പേരുകളാണ് ശ്രീ ബൈജുവും ശ്രീ സുരേഷ് ബാബു. അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയാണ്. ഇന്നലെ 2 പേരും വി.എം. ബിനുവിന് തീരുമാനിച്ചപ്പോൾ പാർട്ടി തീരുമാനം ശിരസ വഹിച്ച് വി.എം. ബിനുവിനെ കൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ച അച്ചടക്കമുള്ള 2 പാർട്ടി പ്രവർത്തകരാണ് ശ്രീ ബൈജുവും ശ്രീ സുരേഷ് ബാബുവും. മേയർ സ്ഥാനാർത്ഥിയായാണ് കോൺഗ്രസ് വി.എം. ബിനുവിനെ അവതരിപ്പിച്ചത്. പുതിയ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപനമില്ല. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് UDF പാനലിനെ നയിക്കും. തന്നെ ഏൽപ്പിച്ച കല്ലായി ഡിവിഷൻ നിലനിർത്തുമെന്ന് ബൈജു കാളക്കണ്ടി പറഞ്ഞു. ഇത് തന്നെയായാലും അവിടെ കല്ലായി വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിലൊരു സ്ഥാനാർത്ഥിക്ക് ഒരു ഇതുമില്ല. അവിടെ കൈച്ചിഹ്നമാണ്. ആ കൈച്ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും, ഇനിയിപ്പോൾ എക്സാമ്പിൾ ഞാനോ മറ്റാര് മത്സരിച്ചാലും അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കുന്നില്ല. കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിൽ വി.എം. ബിനു സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടെയാണ് പകരം പുതിയ സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് എത്തിയത്. മീഡിയ 1 കോഴിക്കോട്.